അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വന്നണഞ്ഞു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. നമ്മൾ 2 മാസത്തോളമായി റമദാനിലേക്ക് എത്താൻ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. 5 വക്ത് നിസ്കാര ശേഷവും വബല്ലിഗ്നാ റമദാൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഷെഹ്റു ഉമ്മത്തി എന്ന് പറയുന്ന എൻ്റെ ഉമ്മത്തിൻ്റെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്ക് എത്തിക്കിട്ടാൻ ഉള്ളറിഞ്ഞ് പ്രാർത്ഥിച്ച വിശ്വാസികളാണ് നമ്മൾ. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടത് കാരണം ഈ വർഷത്തെ റമദാനിൽ നമ്മളും അതിൻ്റെ ആദ്യ ദിനത്തിലേക്ക് നമ്മളും എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്. റമദാനും വിജ്ഞാനത്തിൻ്റെതാണ്. റമദാൻ ഏറ്റവും ധന്യമാവുന്നത് അറിവിലൂടെയാണ്. റമദാനിലൂടെ നാം ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിയത് അറിവിൻ്റെ സമാഹാരത്തിൽ നിന്നാണ്. ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പോൾ റമദാൻ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാം റമദാനിലെ ഏറ്റവും വലിയ അനുഗ്രഹം അറിവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റമദാനിലും ലോകത്തുള്ള വിശ്വാസികൾ നോമ്പെടുക്കുന്നതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അറിവിൻ്റെ വഴിയിലും വ്യാപൃതരാവാറുണ്ട്, അറിവിനെ അന്വേഷിക്കാറുണ്ട്. കാലം പുതുമയുള്ളതാകുന്നതിനനുസരിച്ച് പുതുമയുള്ള വഴികളിലൂടെ മനുഷ്യ സമൂഹം, അതായത് വിശ്വാസി സമൂഹം, റമദാനിൽ അറിവിനെ അന്വേഷിക്കുന്നു. ഇതും ഒരറിവിൻ്റെ വഴിയാണ്. 2 മാസത്തോളം, അതായത് 60 ദിവസത്തോളം പ്രാർത്ഥിച്ച് 30 ദിവസത്തെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി നമ്മൾ. അപ്പൊ 30 ദിവസം ലഭിക്കാൻ, ആയുസ്സിൽ ഒരു 30 ദിവസം ലഭിക്കാൻ നമ്മൾ 60 ദിവസം, ആ 60 ദിവസത്തിലെ 5 വക്തിലും അള്ളാഹുവിനോട് ഒറ്റക്കും സംഘമായും നാം പ്രാർത്ഥിച്ചു. അപ്പൊ 30 ദിവസത്തെ ഇബാദത്തിന് വേണ്ടി 60 ദിവസം നാം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയും പ്രതീക്ഷയുമായി കാത്തുനിന്നു എന്നത് ഈ 30 ദിവസത്തിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നോമ്പിന്റെ ശരിയായ അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ വിശ്വാസ തലത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യവുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് പ്രത്യേകം ഒരു ട്യൂണിൽ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നാം നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നമ്മെ അള്ളാഹു അഭിസംബോധന ചെയ്ത ശൈലി വിശ്വാസി സമൂഹമേ എന്നാണ്. അപ്പൊ നോമ്പ് വിശ്വാസികളുടേതാണ്. നോമ്പ് അനുഭവിക്കാൻ, നോമ്പിനെ ആസ്വദിക്കാൻ കഴിയുന്നത് വിശ്വാസികൾക്കാണ്. അപ്പൊ നോമ്പിൽ മുന്തി നിൽക്കേണ്ടത് വിശ്വാസമാണ് എന്ന് വരും. വിശ്വാസം എന്നുള്ളത് ഒരു ഹൃദയ സംബന്ധിയായ ഒരവസ്ഥയാണ്. അത് നാവിൻ തുമ്പത്തോ മറ്റ് അവയവങ്ങളിലോ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല വിശ്വാസം. അത് ഹൃദയത്തിലാണ്. അപ്പൊ വിശ്വാസികളെ, നിങ്ങൾക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. വിശ്വാസികളെ, നിങ്ങൾക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ഇസ്ലാം വളരെ മനോഹരമായ ഒരു ജീവിതശൈലിയാണ്. മനുഷ്യനെ സൃഷ്ടാവ് ഇസ്ലാമിലൂടെ ജീവിതത്തെ പഠിപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നന്നായി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു കുടുംബം വിജയിക്കുന്നത്
ജീവിതം ഇസ്ലാമികമാകുമ്പോഴാണ്. ഇസ്ലാം അനുസരണയാണ്, സമർപ്പണമാണ്. ഇപ്പൊ മനസ്സുകൊണ്ടുള്ള സമർപ്പണമാണ് ഷഹാദത്ത്. ശരീരം കൊണ്ടുള്ള സമർപ്പണമാണ് നിസ്കാരം. രുചികളെ മാറ്റിവെച്ചുകൊണ്ടുള്ള സമർപ്പണമാണ് നോമ്പ്. തൻ്റേതെന്ന് കരുതിയ വസ്തു അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവർക്ക് പങ്കുവെക്കലാണ് സക്കാത്ത്. അതും സമർപ്പണമാണ്. സമ്പത്തും ശരീരവും സമയവും സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കലാണ് ഹജ്ജ്. അപ്പം സൃഷ്ടാവിന് മുമ്പിൽ സമർപ്പിത ജീവിതം നയിക്കാൻ സൃഷ്ടിയെ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിലേറ്റവും അനുഭൂതിദായകമായ ഒരു ആരാധനാക്രമമാണ് നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ ഒരു പാഠം കൂടി നമ്മളിലേക്ക് എത്തുമ്പോഴാണ് തീർച്ചയായും നോമ്പ് മുൻകഴിഞ്ഞ കാലങ്ങളിലുള്ളതിനേക്കാൾ നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമായി തീരുന്നത്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ നോമ്പായി നമ്മുടെ നോമ്പ് മാറിക്കിട്ടണം. ഒരു മനുഷ്യനെടുക്കുന്ന ഉപവാസമല്ല വിശ്വാസിയുടെ നോമ്പ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് വാക്ക്. ഒരു മനുഷ്യനെടുക്കുന്ന ഉപവാസമല്ല നോമ്പ്. അതായത് ശരീരത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നന്നാക്കാനുള്ള ഒരു ഏർപ്പാടല്ല സത്യത്തിൽ നോമ്പ്. വിശ്വാസിയുടെ നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന രുചികളോട് അതുണ്ടായിരിക്കെ തന്നെ വിട പറയാനുള്ള മാനസിക കരുത്ത് കാണിക്കലാണ് നോമ്പ് എന്ന രൂപത്തിൽ വേണം നമ്മൾ നോമ്പിനെ മനസ്സിലാക്കാൻ. അതായത് എല്ലാത്തരം രുചികളും ഉണ്ടായിരിക്കെ തന്നെ തൻ്റെ സൃഷ്ടാവ്, അതായത് തനിക്ക് ഭക്ഷണം നൽകുന്ന സൃഷ്ടാവ് തന്നോട് കൽപ്പിച്ചു എന്നതിൻ്റെ പേരിൽ തൻ്റെ കൺവട്ടത്തുള്ള രുചികളെ, കയ്യെത്താ ദൂരത്തുള്ള രുചികളെ വേണ്ടാന്ന് വെക്കാനുള്ള മാനസിക കരുത്ത് പ്രകടിപ്പിക്കലാണ് നോമ്പിന്റെ രുചി എന്ന് പറയുന്നത്. അപ്പൊ അത്തരമൊരു നോമ്പിലേക്ക് വിശ്വാസിക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ. വിശ്വാസി അല്ലാതെ ഒരാൾ നോമ്പെടുത്താൽ, അതായത് വിശ്വാസത്തിന്റെ ബേസ് ഇല്ലാതെ ഒരാൾ നോമ്പെടുത്താൽ അവർക്ക് പട്ടിണി എന്ന ഒരു അനുഭവമോ അല്ലെങ്കിൽ കേവലം ശാരീരികമായ ചില സൗഖ്യങ്ങളോ ലഭിച്ചേക്കാം. അവിടെ നിൽക്കും നമ്മുടെ നോമ്പ്. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ ആരംഭിക്കേണ്ടത് വിശ്വാസിയുടെ നോമ്പ് എന്ന രൂപത്തിലാണ്. അതായത് വിശ്വാസി ആയിക്കൊണ്ട് നോമ്പെടുക്കണം, വിശ്വാസത്തിന്റെ കരുത്തിൽ നോമ്പെടുക്കണം. അതാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ വിശ്വാസി എന്ന ഐഡന്റിറ്റി അല്ലെങ്കിൽ വിശ്വാസി എന്ന തലത്തിൽ നിന്ന് നോമ്പെടുക്കാനുള്ള ഒരു പഠനമാണ് നാം നിർവഹിക്കേണ്ടത്. അപ്പോഴേ മുൻഗാമികൾക്ക് നോമ്പിലൂടെ കിട്ടിയ സുഖവും സന്തോഷവും ക്ഷേമവും ഐശ്വര്യവും ശാക്തീകരണവും നമുക്കും നേടിയെടുക്കാൻ പറ്റും. നോമ്പിലൂടെ ഒരു സാമൂഹിക ശാക്തീകരണമാണ് സാധ്യമാവുന്നത്. പക്ഷേ നിങ്ങളുടെ മുൻഗാമികൾ നോമ്പെടുത്തതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം മുൻഗാമികൾ നോമ്പിൽ പാലിച്ച ചിട്ടകളും ശൈലികളും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ മുൻഗാമികൾ ആരാണ്? നമുക്ക് എവിടെ വരെ പോകാം? നമ്മുടെ മുൻഗാമികൾ അന്വേഷിച്ച് നമുക്ക് എവിടെ വരെ പോകാം? ഇന്നത്തെ സമൂഹത്തിന് എവിടെ വരെ പോകാം? 1400 വർഷം മുമ്പ് വരെ പോകാം. മക്കത്തുൽ മുക്കറമയിലേക്കോ മദീന മുനവ്വറയിലേക്കോ ഒക്കെ പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവിടെ വരെ എത്താം, സഹാബത്തിലേക്ക് എത്താം, താബികളിലേക്കും നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ പോകാം. വിശ്വാസി അന്വേഷകനാണല്ലോ. അപ്പൊ ആ ഒരു അന്വേഷണത്തിൽ നിന്നുകൊണ്ടുള്ള വിശ്വാസത്തിന്റെ കരുത്തിലൂടെയുള്ള നോമ്പ് നിർവഹിക്കാൻ കഴിയുന്നവരാകണം നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.